ജെന്യൂൻ ആണെന്ന് തോന്നിയിട്ടില്ലേ? പുള്ളിക്ക് പെയ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് പുള്ളി നിൽക്കുന്നുണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കും. ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ ആവശ്യം ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ കപ്പടിക്കുമോ? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ സ്ഥിരമായിട്ട് കാണൂല, പക്ഷെ കാണാൻ പറ്റുന്ന സമയമൊക്കെ കാണാറുണ്ട്. എന്താണ് ഈ ഒരു സീസണെ കുറിച്ചുള്ള അഭിപ്രായം? ഈ സീസൺ ഭയങ്കര ബോർ സീസൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ജാസ്മിൻ കപ്പ് നേടുവോ? ജാസ്മിൻ എനിക്കിഷ്ടമാണ്. ജാസ്മിനെ ഇപ്പൊ ഇഷ്ടമാണ്. ഞാൻ ജാസ്മിനെ നേരത്തെ യൂട്യൂബില് സബ്സ്ക്രൈബർ ആണ്, അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇടയ്ക്കുള്ള എന്തോന്ന് അവന്റെ പേര് ഗബ്രി ആയിട്ടുള്ളതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ജാസ്മിൻ നന്നായിട്ട് പോകുന്നു. കപ്പടിച്ചാ കൊള്ളാം. ജാസ്മിന് വേണ്ടി മറ്റ് നല്ല മത്സരാർത്ഥികളെ ഒഴിവാക്കുന്നുള്ള ഒരു രീതി പോലെ അപ്സരയൊക്കെ നല്ല പോരാളിയായിരുന്നു. ജാസ്മിനെതിരെ നിൽക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മനഃപൂർവ്വം അവരെയൊക്കെ ഒഴിവാക്കിയെന്നുള്ളൊരു ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ട് തോന്നുന്നു. സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി മറ്റു മനഃപൂർവ്വം എല്ലാരെയും കേട്ടിട്ട്. പക്ഷെ ജാസ്മിൻ കപ്പ് കൊണ്ടുവന്ന കുറെ ഗേൾസിന് ഒരു പ്രചോദനമായിരിക്കും. കാരണം ഒരു നല്ല താഴെ കിടന്ന ഒരു കുട്ടി കുറച്ച് മുകളിലോട്ട് എത്തുമ്പോ കുറച്ച് പ്രചോദനം കിട്ടും. ഭയങ്കര അത്ര നല്ല ഒരു ദിവസം കൊണ്ട് അവള് ഇത് തുടങ്ങിയിട്ട് അത്രയും അവരുടെ ഫാമിലിയുടെ കടവും എല്ലാം തീർത്ത് അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ജാസ്മിൻ കപ്പ് കൊണ്ടേ സന്തോഷം. കാരണം ഒരു എന്ന് വെച്ചാൽ എല്ലാം ആദ്യം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണല്ലോ ജാസ്മിനെതിരെ വന്നത്. ആ സമയത്ത് പോലും ജാസ്മിനെ പുറത്താക്കാതെ ഈ ബിഗ് ബോസിന്റെ സംഘാടകർ അവരെ ഉള്ളിൽ തന്നെ ഇട്ടത് അതൊരു മനഃപൂർവ്വമായിട്ടുള്ള അല്ല. കഴിഞ്ഞ സാബു അങ്കിളായിരുന്നെങ്കിൽ പോലും ഇതുപോലെ ആയിരുന്നു. ഫസ്റ്റ് ഒന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവരുടെ ഓരോ ഇത് കണ്ടാണ്. അഖിൽമാരായിരുന്നാലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ വരുമ്പോ ജാസ്മിനും ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ പഠിക്കാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ ഉണ്ട്. ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആദ്യം എല്ലാരും വെറുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മുമ്പ് എല്ലാ പ്രശ്നത്തിലും കയറി ഇങ്ങനെ ഇടപെടുകയൊക്കെ ചെയ്യുമായിരുന്നു ജിൻഡോ. ഇപ്പൊ എല്ലാത്തിനും അങ്ങനെ ഇടപെടുന്നില്ല. നന്ദന വെച്ചാൽ അത് ജാസ്മിനെ പോലെ ഇച്ചിരി കൂടെ അവളെ അത്രയും വീട്ടിലെ ആക്റ്റീവാണോ? പക്ഷെ അങ്ങനെയാണ് ചിലവരുടെ ക്യാരക്ടർ അങ്ങനെ. ഇപ്പൊ എല്ലാരും ഒരേപോലെ ചെല്ല പിള്ളായിട്ട് വെച്ചിരിക്കണം പറഞ്ഞ് അവിടെ ഒരു പോയ സ്ഥലത്തും എല്ലാരും എന്നെ അങ്ങനെ കാണണം എന്നൊരു ഇതൊന്നും ഇല്ല. എല്ലാരും അങ്ങനെ കാണണമെന്നൊന്നും ഇല്ല. ഒരാൾ അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് അവര് കളിക്കുമ്പോ ഇവർക്ക് അത് കിട്ടിയാലും അത് അർഹിക്കുന്ന നല്ല ബെറ്റർ ആയിരിക്കും. ഈ നല്ല പൈസയുള്ള ആൾക്കാർക്ക് ഇത് ഈ പൈസയും ഫ്ലാറ്റ് ഒക്കെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പം നന്ദനയ്ക്ക് വീട് വേണം. നമുക്കതില് മത്സരം കണ്ടിട്ടല്ലേ പ്രേക്ഷകർ വോട്ട് കൊടുക്കുന്നത്. അപ്പൊ പാവപ്പെട്ടത് പണക്കാർ അങ്ങനെ അല്ല. നന്ദനയ്ക്ക് പ്രയോജനം ആർക്കും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇപ്പൊ ജയിച്ച ഒരാൾക്കെങ്കിലും നല്ലൊരു ഇതുണ്ടായ അത്രയും ഇത് കിട്ടിയാൽ അത്രയ്ക്ക് അവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഇരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കളിക്കാതെ ഒരു 50 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ കളിക്കാനാണ് വന്നത്. അപ്പൊ കളിച്ചിട്ട് അങ്ങനെയാണ് നല്ലത് എന്ന് പറഞ്ഞ് ജിൻഡോനെ പോലെ ഓവർ ആക്ഷൻ ആയിട്ട് കളിച്ച് അവിടെ പോയി അടിയുണ്ടാക്കി ഇവിടെ പോയി അടിയുണ്ടാക്കി അറിഞ്ഞൂടാ. പക്ഷേ അവന് ഗെയിം കളിക്കാൻ മാത്രം അറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് 10 ചീത്തയെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രം അറിയാം. അതിന് മാത്രമേ ജിൻഡോ നല്ലൊരു മത്സരാർത്ഥിയല്ലേ? മാത്രമാണ് ഓക്കെയാണ്. പക്ഷെ അന്ന് ജയിലിൽ വെച്ച് ജാസ്മിൻ ജിൻഡോനെ അടിച്ച സമയത്ത് ജിൻഡോ ആണ് ജാസ്മിൻ അടിച്ചിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായിരുന്നു. ജിൻഡോനെ എല്ലാരും അവോയ്ഡ് ചെയ്യുമ്പോ എന്ന് വെച്ചാൽ ഒരു സിമ്പതിയാണ് ജിൻഡോ അടുത്ത്. അല്ലാതെ ജിൻഡോ ഒരു നന്നായി ഗെയിം കളിക്കുന്ന ആളൊന്നും അല്ല. ജിൻഡോ അടുത്ത് എല്ലാവർക്കും ഒരു സിമ്പതി. കാരണം എല്ലാരും ഒരുമാതിരി അവോയ്ഡ് ചെയ്ത് അങ്ങനെ നിക്കണോണ്ട് തോന്നുന്നത്. പക്ഷെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ എന്തോ പസിൽ എന്തൊക്കെ വെച്ച് ജാസ്മിൻ നന്നായി. ഇപ്പൊ ജാസ്മിൻ നന്നായി. അപ്പൊ എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അവള് അതുകൊണ്ട് ബെറ്റർ ആണ്. ആർക്കെങ്കിലും കിട്ടിയാ ഓക്കെ ആയിരിക്കും. കാരണം നന്ദനയ്ക്കും ശ്രീധുവിനൊക്കെ അത് കളിക്കുന്ന പോലെയില്ല. ശ്രീധു നേരെ ഗെയിം കളിക്കുന്ന പോലെയില്ല. അതുകൊണ്ട് ശ്രീധു എന്റർടൈൻമെന്റ് കാണാൻ കോംബോ കാണാൻ നമുക്ക്
കണ്ടിരിക്കാം, അല്ലാതെ പഠിക്കാനും അങ്ങനെ. ഏറ്റവും കൂടുതൽ ശ്രീധുവിന്റെ അമ്മയുടെ ജാടയ്ക്ക് കിട്ടേ ഒരു കാര്യം നടക്കുന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് അവിടെ രാത്രി ലൈറ്റ് അടച്ചാ കിടന്ന് ഉറങ്ങണം, ബെഡ്ഷീറ്റ് മൂടി ഉറങ്ങണം, അതൊന്നും ഒരു ആവശ്യമില്ലാത്ത അതൊക്കെ ഒരാളെ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ ഒരു ഗെയിം ആകുമ്പോ എല്ലാവരും സംസാരിക്കല്ലോ, കോമൺ ആണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നന്ദനയ്ക്കോ ജാസ്മിനോ ഇവർക്ക് രണ്ടുപേരും എപ്പോഴും കരച്ചിലാണ്. അവള് കളിക്കില്ല, എപ്പോഴും കരഞ്ഞോണ്ട് നടക്കും. നോറേനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നിട്ട് അവളാരും കേൾക്കണില്ല. അവളെന്തെങ്കിലും പറയാൻ പോകുമ്പോ അവിടെ ഒന്നും അവളോടൊന്നും പറയാൻ പറ്റില്ല. അവൾക്ക് എന്ത് പറഞ്ഞാലും കരച്ചിലാണ്. പിന്നെ എങ്ങനെ നോറയുടെ ക്യാരക്ടർ ഇഷ്ടമല്ല. മറ്റൊരാള് വിഷമിക്കുമ്പോ അതിന് അതൊക്കെ ഒരു മൈനസ് ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമായിട്ടുള്ളതായിരുന്നു. നമ്മള് ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് വിഷമം ഉണ്ടായി ചിലപ്പോ നമ്മുടെ മനസ്സിൽ സന്തോഷമാണെങ്കിൽ പോലും അത് നമ്മൾ ഇത് നോറ കൈയടിച്ച് ജീവിക്കുക അങ്ങനെ ഇങ്ങനെ കുറെ പരിപാടിയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര മോശമാണ്. പിന്നെ ജാസ്മിനെയൊക്കെ ലാലേട്ടൻ കുറെ വഴക്കുറയും. അപ്പൊ എനിക്ക് വിഷമമാവും, ജാസ്മിൻ കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ്. പക്ഷെ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ സബ്സ്ക്രൈബർ ആണ്, അതുകൊണ്ട് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നന്ദനയ്ക്കോ ജാസ്മിനോ കിട്ടിയാൽ ബെറ്റർ. കാരണം ബാക്കി എല്ലാവർക്കും എല്ലാം ബാക്കി എല്ലാരും അവരുടെ ക്യാരക്ടർ പൊത്തിവെച്ച് അവരുടെ ജാസ്മിന്റെ ആദ്യമേ ആ ഫസ്റ്റ് വീക്കിലേ പോയിരുന്നെങ്കിൽ അവളെ നല്ല അടിപൊളിയായിട്ട് ഗബ്രി പുറത്തു പോകേണ്ട ഒരാളായിരുന്നു. ഗബ്രി നന്നായിട്ട് ഗെയിം കളിക്കുന്നത്. ജാസ്മിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗബ്രി ഇത്ര നല്ലത്. അല്ലാതെ ഗബ്രിക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഗബ്രി നല്ലോണം സംസാരിക്കാനാണ് ജാസ്മിന്റെ അടുത്താണ്. ഗബ്രിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ കൂടി ഏറ്റവും കൂടുതൽ ജാസ്മിൻ ആയിരിക്കും. അല്ലാണ്ട് പക്ഷേ ജാസ്മിന്റെ ഫാമിലി ആ മാലി ഫോട്ടോ കൊട്ടിച്ച് അത് അടിപൊളി സീനായിരുന്നു. പക്ഷെ ആവശ്യമായിരുന്നു. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പം വളരെ മോശമാണ്. ഇപ്പൊ തുടക്കത്തിലെ മോശമാണെന്ന് ഇപ്പൊ വളരെ നല്ല രീതിയിലാണ് പരിപാടി പോകുന്നത്. ഇപ്പോഴല്ല, തുടക്കം മുതലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി അല്ല. അല്ല, ജാസ്മിൻ കപ്പടിക്കുമെന്നാണ് പൊതുവെ ഉള്ളൊരു അശരീരി കേൾക്കുന്നത്. കപ്പടിക്കണ്ടെന്നാണ്. എന്തുകൊണ്ടാണ്? അത് പൊതുവെ ഇഷ്ടമല്ല. പൊതുവെ ഇഷ്ടമല്ല. ഇപ്പൊ ഉള്ള മത്സരാർത്ഥികളിൽ ഫൈനൽ 5 വരെ എത്തി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ ഇതിൽ ആരും ഇഷ്ടമല്ല. ഇല്ല. ഇപ്പൊ പരിപാടി മോശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മോഹൻലാലിന് ഒരു സ്റ്റാർ വാല്യൂ വരെ നഷ്ടപ്പെടാം ഇങ്ങനെയുള്ള ഒരു ഷോയിൽ നമുക്ക് അവതാരകനായിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം നഷ്ടമാകുന്ന രീതിയിലല്ലേ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ആങ്കറിങ് ചെയ്യുന്നതും മോശമായിട്ടാണ് തോന്നുന്നത്. ഒരു നടൻ എന്നതിലുപരി ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ വരുമ്പോഴത്തേക്കും എന്താ ആ പരിപാടിയുടെ ഉള്ളടക്കം പൊതുവെ കാണുമ്പോഴത്തേക്കും പലരും പല രീതിയിലാണ് പറയുന്നത്. അത് നമുക്കൊരു സന്ദേശം തരുന്നില്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തരുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ബിഗ് ബോസ് പൊതുവെ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് കാണാറും ഇല്ല. പിന്നെ ഇയാളങ്ങനെ ഇടയ്ക്ക് കാണുന്നതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. മോഹൻലാലിന് ഇപ്പം പൊതുവെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് ഇഷ്ടക്കുറവാണ്. അല്ലെങ്കിൽ പൊതുവെ മോഹൻലാൽ നടനെ ഓരോ അഭിനയത്തിനനുസരിച്ചിട്ടല്ലേ ഓരോ സിനിമയിൽ ഉഷാറാണ്, അതുകൊണ്ട് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നപ്പോ ഇഷ്ടക്കേടും. അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അഭിനയിച്ചാൽ പോരായിരുന്നോ എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ഇപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. പുള്ളിക്ക് പെയ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് പുള്ളി നിൽക്കുന്നുണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കും. അത് പുള്ളിയുടെ ഒരു പ്രൊഫഷനാണ്, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം. അല്ല, അതൊരു നടൻ എന്നത് ഒരു ഇത്രയും ഒരു മികച്ച നടൻ എന്ന അല്ല, പുള്ളിക്ക് പുള്ളിയുടെ സെൽഫായിട്ട് പുള്ളിക്ക് അറിയാലോ പുള്ളി എന്താണെന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പൊ പിന്നെ അതില് കുറഞ്ഞൊന്നും പുള്ളി എന്തായാലും ചെയ്യൂല. പിന്നെ ഇതില് ആങ്കറായിട്ട് നിൽക്കുന്ന ഒരു മോശം പ്രവൃത്തിയായിട്ട് ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ പൈസ വാങ്ങി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മളിപ്പം വലിയ ഷോ ആയാലും കുഞ്ഞു ഷോ ആയാലും ഇപ്പൊ നമ്മളിപ്പം ഓരോ പ്രൊഫഷനും ഓരോ ഇതുണ്ടെന്ന് പറയും കണക്ക്. ഇപ്പൊ ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണി ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജോലി അതായതുകൊണ്ടാണ്. ഇപ്പൊ ഫിലിം സ്റ്റാർസ് ഇപ്പൊ ആങ്കറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമായതുകൊണ്ടാണ്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താണ് ബിഗ് ബോസിൽ കാണാറുണ്ട്. അത് നല്ല പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഫാമിലി ആയിട്ട് ഇവിടെ കാണാൻ പറ്റാത്ത ഒരു കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ കാണാറുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ജാസ്മിൻ നന്നായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. കപ്പ് നേടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം വരട്ടെ, വരുന്നത് കാണാം. അതൊരു കരുതി കൂട്ടിയുള്ള ഒരു നീക്കമല്ലേ? ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടും പുറത്താക്കാതെ
കരുതിക്കുട്ടി ജാസ്മിൻ കപ്പ് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പക്ഷെ പരിപാടിയായിട്ട് എന്നാലും ഇപ്പം ഗബ്രി പോയതിനു ശേഷം നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോട്ടെ. ജാസ്മിൻ എതിരാളികളായിട്ടുള്ള അൻസിബയൊക്കെ കരുതി കൂട്ടിയുള്ള ഒരു പുറത്താക്കാണ് അതാണല്ലോ ഗെയിം ആണല്ലോ ഇപ്പൊ ഗെയിമിന്റെ ഫൈനൽ 5 വരെ നിൽക്കേണ്ട മത്സരാർത്ഥികളായിരുന്നു. അതെ, പക്ഷെ അതില് ഗെയിം ആയതുകൊണ്ട് അതിന്റേതായ രീതിയിലല്ലേ പോവുള്ളൂ. അപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെ വീഴ്ത്താവോ ആ രീതിയിലൊക്കെ നോക്കും. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എന്താണ് പരിപാടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? പരിപാടി കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അഖിൽമാരാരുടെ കുറച്ച് വിഷയമൊക്കെ വന്നല്ലോ, അപ്പൊ കുറച്ച് ഫേക്ക് ആണോ ഇല്ലേ എന്നുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. ജാസ്മിൻ കപ്പടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട, അടിക്കാനൊന്നും എനിക്കത് ജെന്യൂൻ ആണെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. തോന്നിട്ടില്ല. അപ്പൊ ജാസ്മിനെ കപ്പടിക്കുള്ളൂ എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പൊതുവേ ഉള്ള അഭിപ്രായം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നാൾ ജാസ്മിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടികളും കാര്യങ്ങളും അല്ലേ? അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന സീസണുകളെ സംബന്ധിച്ച് ഇപ്രാവശ്യം കുറച്ച് ആ ഷോയോട് തോന്നുന്നുണ്ട്. പ്രേക്ഷകരുടെ വോട്ടിന് അവിടെ ഒരു വിലയില്ല എന്നുള്ളത്. ജാസ്മിന്റെ എതിരാളികളെ പെട്ടെന്ന് ഔട്ടാക്കി വിടുന്നത് കാരണം അപ്സരയും ഒക്കെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ജാസ്മിനെ ഫേവർ ചെയ്തിട്ടുള്ളൊരു മത്സരമാണോ തോന്നുന്നുണ്ട്. അപ്പൊ ഈ മോഹൻലാലിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ അവതാരകനായി നിൽക്കുന്നതിൽ എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഇപ്പൊ പൈസ കിട്ടിയാൽ നമ്മളാണെങ്കിലും പോകില്ലേ, അതുപോലെ മോഹൻലാലിനും പുള്ളി ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു താരമൂല്യം ഇടിയുന്ന ഒരു രീതിയിലല്ലേ? ഒരിക്കലില്ല. അത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആരായിരിക്കും കപ്പടിക്കാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥി? എനിക്ക് ഈ സീസണിൽ ആര് കപ്പടി, ജിൻഡോ ഓർ അർജുൻ ഇവരായിരിക്കണം എന്നാണ് ചാൻസ്. അർജുന്റെ നല്ലൊരു പ്ലേ ആണോ? അദ്ദേഹം ആക്റ്റീവ് ആണോ? നമ്മൾ ആക്റ്റീവ്നെസ് നോക്കേണ്ട കാര്യമില്ല. ഇതില് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഖിൽമാരും ഒരു ന്യൂട്രൽ ലൈനിലാണ് കുറെ ഭാഗം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെയാണ് പുള്ളി ടോപ്പ് 10 വന്നതിന് ശേഷമാണ് പുള്ളി ആ ഒരു ആക്റ്റീവ്നെസ് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ അതുപോലെ അർജുനും വരുന്നുണ്ട്. നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ജാസ്മിൻ കപ്പടിക്കാനുള്ള ഒരു താല്പര്യമില്ല. അടിച്ചോട്ടെ, നമുക്കൊന്നുമില്ല. അവർക്ക് 50 ലക്ഷം കിട്ടും, നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതൊരു യൂട്യൂബർ എന്നുള്ള നിലയിൽ അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആവാം, ചിലപ്പോ ആവാം. അവരുടെ ഇടയിൽ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാവാം, അവർക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവാം. പക്ഷെ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോ ജെന്യൂൻ ആയിട്ട് തോന്നുന്നില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താണ് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് അത് ഇതായിട്ട് വരുന്നത്. ജാസ്മിൻ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ടോ? അവർക്ക് ഒരേപോലെ ഹേറ്റേഴ്സും ഉണ്ട്, അതേമാതിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പൊതുവെ ഈ ഒരു സീസൺ ജാസ്മിന് വേണ്ടി മാത്രം നിർമ്മിച്ചതുപോലെയാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ അധികം കാണാറ് ട്രോളാളാണ്. ജാസ്മിനെ കുറിച്ച് ട്രോൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കാണാറ്. എന്നാൽ കപ്പ് ഉയർത്താൻ യോഗ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥി ആരെ കണക്കാക്കുന്നു? ഞാന് ഋഷിച്ചേട്ടനെയാണ്. ഋഷിയാണ്. ഋഷി നല്ലൊരു മത്സരാർത്ഥിയാണ്. ആക്റ്റീവ് ആണ് അതിനുള്ളിൽ. ആക്റ്റീവ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ജാസ്മിന് പോരാളികളായിട്ട് നിന്ന 2 വ്യക്തികളാണ് അപ്സരയും അൻസിബായും. അപ്പൊ അവരെയൊക്കെ ഒരു പുറത്താക്കലിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഫൈനൽ വരെ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടില്ലേ അവർക്ക്? തോന്നിയിട്ടുണ്ട്. അപ്പൊ ജാസ്മിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് ജാസ്മിനെ വിജയിയാക്കാനുള്ള ഒരു പ്രവണതയല്ലേ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഹൻലാൽ സാർ ആണെങ്കിലും തുടക്കം മുതലേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സീസൺ ജാസ്മിന് വേണ്ടി മാത്രമല്ലേ? അങ്ങനെയും പറയാല്ലേ? അപ്പൊ ഈ മോഹൻലാൽ ഉള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഷോയുടെ അവതാരകനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരു താരമൂല്യം കുറയുന്ന രീതിയിൽ സംസാരങ്ങൾ അത് എത്രമാത്രം ശരിയാണ്? അതങ്ങനെ എത്രമാത്രം ശരിയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായ ഇതാണ് നൽകേണ്ടത്, അല്ലാതെ വേറെ കണ്ണ് കാണാൻ പറ്റില്ല. അതിലുള്ള മത്സരാർത്ഥികളെ എല്ലാവരും തുല്യമായി കാണണം. അപ്പൊ പിന്നെ മോഹൻലാൽ ഇങ്ങനെ മോഹൻലാലിന് ഒരു ആവശ്യമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ അവതാരകനായിട്ട് നിൽക്കാൻ വേണ്ടി. അവതാരകന്റെ ഫസ്റ്റത്തെ സെക്കൻഡ് എപ്പിസോഡൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ തേർഡ് മുതലൊക്കെയാണ് ഇങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയതല്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? എന്താ നിലവില് ജാസ്മിൻ കപ്പടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജാസ്മിനേക്കാളും ജിൻഡോ കപ്പടിക്കുന്നാണ് തോന്നുന്നത്. ജിൻഡോ ആണ് ജാസ്മിൻ കപ്പടിക്കാന്നുള്ള പൊതുവേ ഉള്ള ഒരു അഭിപ്രായങ്ങൾ വരുന്നത്. എന്നാലും ജിൻഡോ ആണ് ജാസ്മിനേക്കാളും ബെറ്റർ. ജിൻഡോ അതിൽ നല്ലൊരു പ്ലെയർ ആണോ? അതെ. ജാസ്മിന് എതിരാളികളായിട്ടുള്ള അപ്സര, അൻസിബ അങ്ങനെയുള്ളവരെയൊക്കെ പുറത്താക്കി അതൊരു കരുതി കൂട്ടിയുള്ള ഒരു പുറത്താക്കലായിട്ട് തോന്നുന്നുണ്ടോ? എന്നും പറയാം. എങ്ങനെയുണ്ട് ജാസ്മിന്റെയും ജിൻഡോയുടെയും കളികൾ? ഫൈനൽ 5 എത്തുന്ന 5 പേരാരൊക്കെയാണ് തോന്നുന്നത്? ജിൻഡോ, ജാസ്മിൻ, അർജുൻ, സിജോ, അഭിഷേക് ഇവരെല്ലാം നല്ല പ്ലേയേഴ്സ് ആണല്ലേ? ഇപ്പൊ ജാസ്മിനെ സേവ് ചെയ്തിട്ട് മോഹൻലാൽ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഏറെക്കുറെ.
എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? കാരണം ചില കാര്യങ്ങളൊക്കെ ജാസ്മിൻ തെറ്റായിട്ട് ചെയ്താലും അതെല്ലാം ന്യായീകരിച്ച് മറ്റുള്ളവരത് ചെയ്യുമ്പോൾ അതിനെ ഇതായിട്ട് പറയുകയും ജാസ്മിനെ സേവ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ മോഹൻലാൽ ഒരു നടൻ എന്നതിലുപരി ഈ ഒരു പരിപാടിയിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു താരമൂല്യം കുറയുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ചെറുതായിട്ട്. അപ്പൊ ഇത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയൊരു പരിപാടിയാണോ എന്ന് ചോദിച്ചാ എന്തെങ്കിലും മെസ്സേജ് അങ്ങനെയുള്ളത് നൽകുന്നുണ്ടോ പരിപാടി? അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഗെയിം ഒക്കെ കാണുമ്പോ ജിൻഡോയെ പൊതുവെ ഒരു മണ്ടൻ പ്ലെയർ എന്നാണ് പൊതുവെ ഉള്ളൊരു അപഖ്യാതികൾ വരുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അദ്ദേഹം അതിനുള്ള കപ്പടിക്കാൻ തരത്തിലുള്ള ഒരു പ്രകടനം അതിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിലുള്ളതില് ജിൻഡോ ആണ് ഇത്തിരിയെങ്കിലും കൊള്ളാകുന്നത്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇടയ്ക്ക് കാണാറില്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? അർജുനാണ്. അർജുൻ കപ്പടിക്കോ അതോ ജാസ്മിൻ കപ്പടിക്കോ? അർജുൻ കപ്പടി. ജാസ്മിനെയാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. ആദ്യം ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ ജാസ്മിനെയാണ് ഇഷ്ടം. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അർജുൻ നന്നായിട്ട് കളിക്കുന്നുണ്ടോ? ചിലപ്പോ നന്നായിട്ട് കളിക്കും. ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ജാസ്മിൻ കപ്പ് ഉയർത്തുമെന്നാണ് പൊതുവെ ഉള്ളൊരു സംസാരവും കാര്യങ്ങളും, അതിനോട് യോജിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോ ജയിക്കണം എന്നാണ് ആഗ്രഹം. ജാസ്മിന് കപ്പ് കൊടുക്കുകയാണെങ്കിൽ ജാസ്മിന് വേണ്ടിയുള്ള ഒരു സീസൺ ആയിട്ട് ഇതിനെ കണക്കാക്കിക്കൂടെ? തുടക്കം മുതലേ തന്നെ ജാസ്മിന് മോഹൻലാൽ ഫേവർ ചെയ്തിട്ടുള്ള രീതിയിലാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇതൊരു സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ വെച്ചല്ല, പല സാഹചര്യത്തിലും ഓരോ ഗെയിം ആണേലും എടുക്കുമ്പോഴൊക്കെ ഓരോരുത്തരെ ഫേവർ ചെയ്ത രീതിയിൽ ഗെയിമുകൾ വെക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അപ്സരയൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ഫൈനൽ 5 എത്തി നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു പുറത്താക്കല് ഈ ജാസ്മിനെ ഫേവർ ചെയ്തിട്ടുള്ളത് പോലെ തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെ ജാസ്മിനും അൻസിബയും അപ്സരയും നന്നായിട്ട് കളിക്കുന്നവരായിരുന്നു. പക്ഷെ ഔട്ടായി, അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. കുഴപ്പമില്ലാതെ കളിക്കുന്നവരായിരുന്നു അവര്. അത് ഇവര് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? സംഘാടകരുടെ ഒരു സപ്പോർട്ട് ജാസ്മിന് പൊതുവെ ഉള്ളത് പോലെ അങ്ങനെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ജാസ്മിന് ഒരു കുറച്ച് സപ്പോർട്ട് കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ് ആണെങ്കിലും ജാസ്മിനെ പുറത്തു പോകാതെ ഇത്രയും നാളും അതിന്റെ ജാസ്മിൻ ഓൾറെഡി ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അങ്ങനെ നല്ലൊരു സപ്പോർട്ട് പുറത്തുണ്ട്. ജാസ്മിന് ഓൾറെഡി തന്നെ നല്ല സപ്പോർട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇതുവരെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുന്നത്. കാരണം ജാസ്മിൻ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളാണ്, അതുകൊണ്ടാകാം. അപ്പൊ ജിൻഡോ കപ്പടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ് ആഗ്രഹം. അതാണ്, ജിൻഡോ നല്ലൊരു പ്ലെയർ ആണ്. പൊതുവെ ജിൻഡോയ്ക്ക് ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മണ്ടൻ എന്നുള്ള രീതിക്കാണ് പൊതുവെ ഒരു സംസാരം വന്നത്. അത് എത്രത്തോളം ശരിയാണ്? ജിൻഡോ മണ്ടനൊന്നുമല്ല, ജിൻഡോ നല്ല ബ്രില്യൻ ഗെയിമർ തന്നെയാണ്. അപ്പൊ ഫൈനൽ വരെ എത്തി നിൽക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ്. കാണാറുണ്ടോ? ഉണ്ട്. ജാസ്മിൻ കപ്പടിക്കുവോ? കപ്പടിക്കൂല, ജിൻഡോ ആണ്. എന്തുകൊണ്ടാണ് ജാസ്മിൻ കപ്പടിക്കാത്തത്? ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഒരു സീസൺ ആണെന്ന് ഇപ്പോഴുള്ള സീസൺ എന്നാണ് പൊതുവെ ഉള്ള ഒരു പരാമർശം. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യോജിക്കാത്തത്? ജാസ്മിന്റെ ഓരോ പ്രവൃത്തികളായില്ലേ. ജാസ്മിന് ആദ്യം മുതലേ നെഗറ്റീവ് ആണ്. പ്രേക്ഷകർ നെഗറ്റീവ് കമന്റുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും ജാസ്മിനെ മോഹൻലാൽ സേവ് ചെയ്ത് എന്നുള്ളൊരു രീതി അതിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മോഹൻലാലിന്റെ ഒരു താരമൂല്യം ഇടിയത്തില്ലേ ഇത്തരത്തിലൊരു പരിപാടിയിൽ അവതാരകനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും? അങ്ങനെ തോന്നിയിട്ടില്ല. ജിൻഡോ നല്ലൊരു പ്ലെയർ ആണോ? അതെ. ആദ്യമേ എല്ലാരും അദ്ദേഹത്തിന്റെ നല്ല ആക്റ്റീവ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കമന്റുകളും ജിൻഡോയ്ക്കും. ഇപ്പോഴാണ് ജിൻഡോ കുറച്ച് ആക്റ്റീവായിട്ട് ആദ്യമേ ആക്റ്റീവാണ്. കപ്പടിക്കാൻ യോഗ്യതയുള്ള ജിൻഡോ തന്നെയാണ്. പ്രേക്ഷകരുടെ വിധി പ്രകാരം ആര് കപ്പ് നേടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.